പൂർണ്ണമായും ഗാനങ്ങളുടെ നട്ടെല്ലിൽ വിജയതീരത്തേക്ക് നീന്തിക്കയറിയ ചിത്രമായിരുന്നു എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത കാവ്യമേള. പ്രേം നസീറിൻ്റെ അന്ധഗായകൻ അക്കാലത്തെ ഒരു കൾട്ട് ഫിഗറായിരുന്നു. വയലാർ രചിച്ച് ദക്ഷിണാമൂർത്തി സ്വാമി ഈണം പകർന്ന ഇതിലെ ഗാനങ്ങൾ വമ്പൻ ഹിറ്റുകളായിരുന്നു. നവരാത്രി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ചിത്രത്തിൽ നിന്നും വളരെ അനുയോജ്യമായ ഒരു ഗാനം, സ്വരരാഗരൂപിണി സരസ്വതി സ്വർണസിംഹാസനമെവിടെ. സ്വരരാഗരൂപിണി സരസ്വതി സ്വർണസിംഹാസനമെവിടെ. സ്വരരാഗരൂപിണി സരസ്വതി സ്വർണസിംഹാസനമെവിടെ. ഹൃദയങ്ങളിലൂടെ സ്വപ്നഹംസരഥമേറി. പുഷ്പിതവന ഹൃദയങ്ങളിലൂടെ സ്വപ്നഹംസരഥമേറി. കലയുടെ ഹിമവാഹിനികൾ നിന്നെ കാണാനലയുകയല്ലോ, കാണാനലയുകയല്ലോ. സ്വരരാഗരൂപിണി സരസ്വതി സ്വർണസിംഹാസനമെവിടെ. നിത്യവസന്തം നർത്തനമാടും നിൻ തിരുസന്നിധിയിൽ. വിശ്വസൗന്ദര്യം വീണമീട്ടുമീ വിളക്കുമാടപ്പടവിൽ. നിത്യവസന്തം നർത്തനമാടും നിൻ തിരുസന്നിധിയിൽ. വിശ്വസൗന്ദര്യം വീണമീട്ടുമീ വിളക്കുമാടപ്പടവിൽ. ആത്മഗീതാഞ്ജലിയുമായി നിൽക്കുമൊരന്ധഗായകനല്ലോ ഞാൻ, അന്ധഗായകനല്ലോ ഞാൻ. സ്വരരാഗരൂപിണി സരസ്വതി സ്വർണസിംഹാസനമെവിടെ. നിൻ സ്വർണസിംഹാസനമെവിടെ. തമിഴ്നാട്ടിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ബൊമ്മക്കൊലു. അവിടുത്തെ എല്ലാ വീടുകളിലും ആ സമയത്ത് ബൊമ്മകൾ നിരത്തി വയ്ക്കുകയും അതിനു മുന്നിലിരുന്ന് കീർത്തനങ്ങൾ ആലപിക്കുകയും വിദ്യാരംഭം നടത്തുകയും എല്ലാം ബൊമ്മക്കൊലുവിൻ്റെ മുന്നിൽ വെച്ചാണ് പതിവ്. ഈ രംഗം, ഈ ബൊമ്മക്കൊലു എന്ന കൺസെപ്റ്റ് ശ്രീ കെ ബാലചന്ദർ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ വളരെ സമർത്ഥമായി ഉപയോഗിക്കുകയുണ്ടായി. ഇരുകോടുകൾ എന്ന ചിത്രത്തിലാണത്. ഇതിലെ നായകനായ ശ്രീ ജമിനി ഗണേശൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജയന്തിയോടുകൂടി ചേർന്ന് ഷൗക്കാർ ജാനകിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. ഷൗക്കാർ ജാനകി ജമിനി ഗണേശൻ്റെ പൂർവ്വ കാമുകിയാണ്. അവിടെ വെച്ച് ഈ രണ്ട് സ്ത്രീകളും പാടുന്ന ഒരു ബൊമ്മക്കൊലുവിൻ്റെ മുന്നിൽ സാധാരണ കീർത്തനം ആലപിക്കുന്നത് പോലെ ഇവർ രണ്ടുപേരും ചേർന്ന് പാടുന്നൊരു ഗാനമാണിത്. വാലി രചിച്ച് വി കുമാർ സംഗീതം പകർന്ന് സുശീലാമ്മയും സ്വർണ്ണയും ചേർന്ന് പാടിയിരിക്കുന്ന പുന്നകൈ മന്നൻ പൂവിഴി കണ്ണൻ രുക്മണിക്കാക. നവരാത്രിയിൽ ഗോലും മണ്ഡപത്തിൽ ഇവൾ പാടലിലെ ഒരു കേൾവി പിറക്കും. നവരാത്രിയിൽ ഗോലും മണ്ഡപത്തിൽ ഇവൾ പാടലിലെ பதில் மறைந்திருக்கும்.
ருக்மணிக்காக புன்னகை மன்னன் கோவிழி கண்ணன் ருக்மணிக்காக அவன் புல்லாங்குழலில் உள்ளம் மயங்கும் கண்மணிக்காக புன்னகை மன்னன் கோவிழி கண்ணன் இருவருக்காக இந்த பாபா ருக்மணி இருவருமே அவன் ஒருவனுக்காக புன்னகை மன்னன் கோவிழி கண்ணன் ருக்மணிக்காக இந்த பாபா ருக்மணி இருவருமே அவன் ஒருவனுக்காக தேவன் முருகன் கோவில் கொண்டது வள்ளியின் நெஞ்சத்திலே அவன் தேவானை என்றொரு பூவையை மணந்தது திருப்பரங்குன்றத்திலே தேவன் முருகன் கோவில் கொண்டது வள்ளியின் நெஞ்சத்திலே அவன் தேவானை என்றொரு பூவையை மணந்தது திருப்பரங்குன்றத்திலே மாலையிட்டாலது ஓர் முறை தான் என நினைப்பது பெண்மையன்றோ ஒரு மாலையை இரு தோளுக்கு சூடுதல் இறைவன் தன்மை என்றோ அது ஏட்டில் உள்ள கதை இது இன்றும் தொடரும் கதை அது பொம்மை கல்யாணம் இது உண்மை கல்யாணம் ஏன் பாட்டை நிறுத்திட்டீங்க? பாடுங்க. புன்னகை மன்னன் பூவிழி கண்ணன் ருக்மணிக்காக அவன் புல்லாங்குழலில் உள்ளம் மயங்கும் கண்மணிக்காக கொஞ்சம் கணவன் குங்குமம் வைப்பது ஒருத்தியின் நெற்றியிலே அந்த குங்குமம் வைத்தவன் சங்கமமானது இருவரின் நெஞ்சினிலே கொஞ்சம் கணவன் குங்குமம் வைப்பது ஒருத்தியின் நெற்றியிலே அந்த குங்குமம் வைத்தவன் சங்கமமானது இருவரின் நெஞ்சினிலே ஈருயிர் என்றும் ஓருடல் தன்னில் இருந்திட வழியுண்டோ ஒரு முகத்துக்கு இரண்டு விழிகளை வைத்த இயற்கையில் தவறுண்டோ இந்த கேள்விக்கு பதிலேது சிலர் வாழ்வுக்கு பொருளேது அது உறவின் மாறாட்டம் இது உரிமை போராட்டம் புன்னகை மன்னன் கோவிழி கண்ணன் ருக்மணிக்காக அவன் புல்லாங்குழலில் உள்ளம் மயங்கும் கண்மணிக்காக புன்னகை மன்னன் கோவிழி கண்ணன் இருவருக்காக